രാഹുൽ ഗാന്ധി അങ്ങോട്ട് അയോഗ്യനാക്കി ശബ്ദമില്ലാതായി കളയാന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അവർക്കതിന് സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഹർദീപ് സിംഗ് പുരി ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒറ്റെണ്ണം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നില്ല. ഇമെയിലിൽ അങ്ങനെയൊന്നുമല്ലോ പറയുന്നത്, ആരും ചോദിക്കുന്നില്ല. അത് വേറെ കാര്യം. പാർലമെൻറ്റിൽ അത് ചോദിക്കപ്പെട്ടാൽ അത് രേഖപ്പെടുത്തപ്പെടും എന്നറിയാം. അതായത് യഥാർത്ഥത്തിൽ മോദി യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് രേഖാപരമായി എക്സ്പോസ്ഡ് ആവുകയാണ്. മുമ്പ് ആക്ഷേപങ്ങളും ആരോപണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആക്ഷേപിക്കുന്നവരെയും ആരോപിക്കുന്നവരെയും വായടപ്പിക്കാൻ ഈ ഭരണകൂടത്തിൽ കഴിഞ്ഞിരുന്നു. ഇതങ്ങനെയല്ല, ഇത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. ഈ രേഖപ്പെടുത്തപ്പെട്ട ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ സമയത്ത് പുറത്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം റിഡാക്ട് ചെയ്യപ്പെട്ട ധാരാളം ഫയലുകളുള്ള സമയത്ത് ഏറ്റവും കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള വിവരങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് പുറത്തു വരുന്നത് മോദിയെക്കുറിച്ചാണ്. അതിന് തൊട്ടുടനെ തന്നെ ഒരു ഇന്ത്യ ട്രേഡ് ഡീൽ ഉണ്ടാകുന്നു. ആ ട്രേഡ് ഡീൽ ഇന്ത്യക്ക് തിരിച്ചടി നേരിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ട്രേഡ് ഡീലിനെ പറ്റി ചോദിക്കരുത്. ഇന്ത്യൻ കർഷകരുടെ ജീവിതത്തെ ഇരുട്ടിലാക്കുന്ന ഈ വ്യാപാര കരാറിലെ ചതിയെപ്പറ്റി പറയരുത്. ഇതൊരു ട്രാപ്പ് ഡീലാണെന്ന് പറയരുത്. അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കരുത്. ചൈനയ്ക്കെതിരെ 56 നെഞ്ചളവില്ല, ചൈനയ്ക്കെതിരെ ജോ ഉചിത് സംജോ വോ കരോ എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെയാണ് ആ പുസ്തകത്തിൽ കാണുന്നത്. 35 പുസ്തകങ്ങൾ 2020 മുതൽ 2025 വരെ പ്രതിരോധ മന്ത്രാലയം അനുമതി കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത പട്ടാളക്കാർ എഴുതിയ പുസ്തകങ്ങൾ. ആകെ തടഞ്ഞു വെച്ചത് MM നരവണയുടെ പുസ്തകം മാത്രമാണ്. എന്തുകൊണ്ട്? അതിൽ ഈ പരാമർശമുള്ളതുകൊണ്ടാണ്. ഈ പരാമർശം പോലും നേർക്ക് നേരെ ഭരണകൂടത്തെയോ BJPയെയോ പ്രധാനമന്ത്രിയോ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല നരവണ അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നു. ഞാൻ പലവട്ടം പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി. എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. ഒരു തീക്കട്ട കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കത്. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അഡ്വൈസ് തേടി കുറേ സമയം കഴിഞ്ഞ് പലവട്ടം ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് ജോ ഉചിത് സംജോ വോ കരോ എന്ന് പറഞ്ഞത്. അതാണെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു അവർക്ക്. അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് സൈന്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നാണ് BJP വക്താക്കൾ ചാനൽ ചർച്ചയിൽ വന്നതെന്ന് പറയുന്നത്. ഫ്രീ ഹാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ അവർക്ക് അത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ദിവസങ്ങളോളം കഴിഞ്ഞ് ഈ പറയുന്ന ചൈനീസ് പട്ടാളം നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം എന്തായിരുന്നു? ഇതാണ് ചോദിക്കാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരില്ല. ആ ചോദ്യം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി അങ്ങ് നിശബ്ദനാക്കി കളയാമെന്ന് ഈ നിഷികാന്ത് ദുബെയെ പോലെ വർഗീയത പറയാൻ വേണ്ടി മാത്രം വാതുറക്കുന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ആ സമയം കഴിഞ്ഞു. അതായത് മോദിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന അബ്സൊല്യൂട്ട് മജോറിറ്റി ഉണ്ടായിരുന്നു 2014 to 19, 19 to 24 ആ കാലം കഴിഞ്ഞു. ഇന്ന് മോദിക്ക് അങ്ങനെ മജോറിറ്റി ഒന്നുമില്ല. മോദി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ എന്താണ് പറയുക മിസ്യൂസ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തിനെ വാടപ്പിക്കാൻ ശ്രമിച്ചാൽ എത്ര കാലം അത് കഴിയുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു അബ്സൊല്യൂട്ട് മജോറിറ്റി ഇല്ല, അങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് മോദിക്ക് പോകാനുള്ള ശക്തി ഇപ്പോഴില്ല. മോദി ഇപ്പോൾ ദുർബലനാണ്.